إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس ഉസീക്കും വയ്യായ അവലം ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പള്ളി പരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട സ്ഥലങ്ങൾക്കാണ് പള്ളികൾ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളെ ബഹുമാനിക്കുകയും അതേപോലെ തന്നെ ആദരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആൻ പള്ളികൾക്ക് രണ്ട് പേരുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് അൽ മസ്ജിദ് എന്നാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം. രണ്ടാമത്തെ പദം ബൈത്തുള്ള എന്ന ആ പദത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഭവനങ്ങൾ എന്ന. വിശുദ്ധ ഖുർആനിൽ ഏകദേശം മസ്ജിദ് എന്ന പദം 28ഓളം സ്ഥലങ്ങളിൽ അള്ളാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളെ പവിത്ര സ്ഥലമായി നമ്മൾ കരുതണം. അതിന്റെ പരിശുദ്ധതക്ക് കളങ്കം വരുത്തുന്ന ഒരു പ്രവർത്തനം പോലും നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് പള്ളികളിൽ നിന്ന് ഒരു കരട് നമ്മൾ പുറത്തേക്ക് കളയുന്നത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വലിയ പുണ്യമുള്ള കാര്യമാണ് എന്ന്. ആ പള്ളികളിൽ കൂടുതൽ സമയം
ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പള്ളികളാണ്. വഅബ്അദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന സ്ഥലം അത് അങ്ങാടികളാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പള്ളികളിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ അതിന് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വലിയ പ്രതിഫലമുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. മദീനയിൽ എത്തിയപ്പോൾ ആദ്യമായി ചെയ്തത് ഒരു പള്ളി നിർമ്മിക്കാനുള്ള പ്രവർത്തനമായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളി മസ്ജിദുൻ നബവി, മദീനയിലെ മസ്ജിദുൻ നബവി എന്ന പേരിൽ ഇന്നും അറിയപ്പെടുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ മകൻ ഇസ്മായിൽ നബിയും കഅബാലയം പടുത്തുയർത്തിയതിനു ശേഷം അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. റബ്ബന തഖബ്ബൽ മിന്ന, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ഇതിനെ സ്വീകരിക്കണേ എന്നാണ്. അതേപോലെ തന്നെ മഹാനായ സമ്ര ബിൻ ജുൻദബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ മക്കൾക്ക് എഴുതുന്ന ഒരു കത്തുണ്ട്. ആ കത്തിൽ അദ്ദേഹം തന്റെ മക്കൾക്ക് നൽകിയ ഒരു ഉപദേശം, ആളുകൾ കൂടുന്ന ഒരു സ്ഥലമുണ്ടായാൽ അവിടെ നിങ്ങൾ ഒരു പള്ളി നിർമ്മിക്കണം. പള്ളി നിർമ്മിച്ചാൽ മാത്രം പോരാ, ആ പള്ളിയെ പരിപാലിക്കുകയും അതേപോലെ തന്നെ അതിനെ ശുദ്ധിയോടെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സമുറ റളിയല്ലാഹു അൻഹു തന്റെ മക്കൾക്ക് കത്തുകൾ എഴുതിയതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളിയിലേക്ക് വരുന്നത് പോലും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മൻ തതഹറ ഫീ ബൈതിഹി, ആരെങ്കിലും തന്റെ വീട്ടിൽ നിന്ന് നല്ല പോലെ വുളു ചെയ്തു, എന്നിട്ടോ സുമ്മ മശാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, അവൻ അള്ളാഹുവിന്റെ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു നീങ്ങിയാൽ, എന്തിനു വേണ്ടി? ലിയഖ്ളിയ ഫരീളതൻ മിൻ ഫറായിലില്ല, അള്ളാഹു നിർബന്ധമാക്കിയ 5 നമസ്കാരം അത് നിർവഹിക്കാൻ വേണ്ടി പള്ളിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ നടന്നു നീങ്ങിയാൽ അവന്റെ ഓരോ കാലടിക്കും അല്ലാഹു തആല അവന്റെ തിന്മകളെ മായ്ച്ചു കളയും. സ്വർഗത്തിലേക്കുള്ള അവന്റെ പദവികളെ അല്ലാഹു തആല ഉയർത്തുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. പള്ളിയിലേക്ക് നമ്മൾ നീങ്ങുന്ന ഓരോ കാലടിക്കും നമ്മുടെ തിന്മകളെ അല്ലാഹു തആല മായ്ച്ചു കളയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാൾ പള്ളിയിലേക്ക് വന്നു, അവിടെ നമസ്കാരം ആരംഭിച്ചിട്ടില്ല. ആ നമസ്കാരത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുന്ന സമയമത്രയും റഹ്മത്തിന്റെ മലായിക്കത്തുകൾ അവന്റെ പാപമോചനത്തിനു വേണ്ടി പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്ന അങ്ങനെയുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയുമായിട്ട് അവന് എപ്പോഴും ബന്ധമുണ്ടാകണം. പള്ളിയെ അവന് പരിപാലിക്കാൻ സാധിക്കണം. നമ്മുടെ വീടിന് ഒരു ചെറിയ കേടുപാടുണ്ടായാൽ അതിനെ എങ്ങനെയാണോ നമ്മൾ പരിപാലിക്കുന്നത്, അതേപോലെ പള്ളിയുമായി ബന്ധപ്പെട്ട സേവന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതിന് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ വലിയ പ്രതിഫലമുണ്ട് എന്ന്. 5 നേരം പള്ളി പരിപാലനം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം 5 വക്തിന് പള്ളിയിലേക്ക് ജമാഅത്തിന് അവൻ നാട്ടിലുണ്ട് എങ്കിൽ അവന്റെ മഹല്ലിലെ പള്ളിയിലേക്ക് എത്തിച്ചേരുക എന്ന് തന്നെയാണ്. അതന്നെയാണ് ഏറ്റവും വലിയ പരിപാലനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ വീട്ടിലെ അംഗങ്ങൾക്ക് പള്ളിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബസമേതം റമളാനിൽ
അവസാനത്തെ 10 കുടുംബസമേതം പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യരുത്. പള്ളിയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു മഹല്ലിൽ വരിസംഖ്യ കൊടുക്കുന്നുണ്ടാകും, വെള്ളിയാഴ്ച ജുമാക്ക് പോകും. അതേപോലെ തന്നെ നമ്മുടെ മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് പള്ളിയുമായി നമ്മൾ ബന്ധപ്പെടും. നമ്മുടെ വീട്ടിലെ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് പള്ളികളുമായി നമ്മൾ ബന്ധപ്പെടും. ഇത് മാത്രമാണ് പള്ളി പരിപാലനം എന്ന് നമ്മൾ കരുതരുത്. നമ്മൾ നാട്ടിലുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര കഴിഞ്ഞു വന്നാൽ പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ചതിന് ശേഷമാണ് തന്റെ വീട്ടിലേക്ക് പോയിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പള്ളികളിൽ 5 നേരം കുടുംബസമേതം നമ്മുടെ മക്കളെ കൂട്ടി പള്ളിയിലേക്ക് വരാൻ, നമ്മുടെ മക്കൾക്ക് പള്ളിയുമായി ബന്ധമുണ്ടാക്കി കൊടുക്കൽ, അത് രക്ഷിതാവ് എന്ന നിലക്ക് നമ്മുടെ മേലുള്ള ബാധ്യതയാണ് എന്നാണ്. ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് പള്ളികളുണ്ട്. ഓരോ പള്ളികളിലും 1 രൂപ പോലും സാലറി വാങ്ങാതെ, 1 രൂപ പോലും സാലറി വാങ്ങാതെ തന്റെ ജീവിതത്തിലെ വളരെ വലിയ സമയം പള്ളിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള അനേകായിരം മുഅ്മിനുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അനേകായിരം ആളുകൾ പള്ളിയിലെ സേവനത്തിനു വേണ്ടി തന്റെ ജീവിതത്തിലെ വലിയ സമയങ്ങൾ മാറ്റിവെക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പള്ളി സേവനം എന്ന് പറഞ്ഞാൽ അത് പരിപാലിക്കൽ അല്ലാഹുവിന്റെ അടുക്കൽ വളരെ വലിയ സേവനമാണ്, അതിന് പ്രതിഫലമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 7 വിഭാഗം, 7 വിഭാഗങ്ങൾക്ക് അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണൽ ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിചാരണന്റെ ദിവസം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഒരു ചാണിനു മീതെ ഇങ്ങനെ കത്തിജ്വലിക്കുന്നുണ്ടാവും. ആളുകളൊക്കെ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സമയമാണ്. ഒരു തണൽ ലഭിച്ചിരുന്നെങ്കിൽ, അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പോകുന്ന സമയം 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കും. ആ 7 വിഭാഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയ ഒരു വിഭാഗമാണ് റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ഒരു മനുഷ്യൻ അവന്റെ ഹൃദയത്തെ പള്ളിയുമായി ബന്ധപ്പെടുത്തിയിരിക്കും. അഥവാ നേരത്തെ നമസ്കാരത്തിന് അവൻ ജമാഅത്തായിട്ട് ആ പള്ളിയിൽ നമസ്കരിക്കുന്നതിന് വേണ്ടി പോകും. ആ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അവൻ മുന്നിലുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണൽ ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്ത് ശ്രേഷ്ഠമായ ഒരുപാട് പള്ളികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായത് 3 പള്ളികളാണ്. അതിൽ ഒന്നാമത്തെ പള്ളിയാണ് മസ്ജിദുൽ ഹറം, മക്കയിലെ മസ്ജിദുൽ ഹറം. ഈ മസ്ജിദുൽ ഹറമിലെ ഒരു നമസ്കാരത്തിന് മറ്റു പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 മടങ്ങ് പ്രതിഫലമാണുള്ളത്. രണ്ടാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളിയാണ് മസ്ജിദുൻ നബവി, മദീനയിലെ മസ്ജിദുൻ നബവി. ആ പള്ളിയിലെ ഒരു നമസ്കാരത്തിന് മറ്റു പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 മടങ്ങ് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. മൂന്നാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. ഈ പള്ളിയിലെ ഒരു നമസ്കാരത്തിന് മറ്റു പള്ളികളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 500 മടങ്ങ് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഈ 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ സിയാറത്ത് യാത്ര എന്ന് പറഞ്ഞാൽ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള യാത്ര, അത് ഈ 3 പള്ളികളിലേക്കല്ലാതെ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നും ചില ട്രാവൽസുകളുടെയൊക്കെ മുമ്പിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ പരസ്യങ്ങൾ കാണാം, പുണ്യയാത്ര. എവിടേക്കാണ് ആളുകൾ പോകുന്നത്? അജ്മീറിലേക്ക്.
അതേപോലെ തന്നെ നാഗൂരിലേക്ക്, മുത്തുപേട്ട എന്ന സ്ഥലങ്ങളിലേക്ക്, അവിടെ വലിയ പള്ളികളാണ്. ആ പള്ളികളോട് ചേർന്നുകൊണ്ട് ഒരുപാട് ആളുകളുടെ, അവർ മഹാന്മാരാണ് എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുടെ മഖ്ബറകളുണ്ട്. അങ്ങനെ ഈ പള്ളികളിലേക്കും ഈ ജാരങ്ങളിലേക്കും ആളുകൾ പോയി അല്ലാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥനകൾ ആ മഖ്ബറയിലുള്ള ആളുകളോട് നടത്തി വളരെ സങ്കടത്തോടെ പാപമോചനത്തിന് വരെ തേടുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ് വന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. തീർച്ചയായും പള്ളികൾ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളികളിൽ അല്ലാഹുവിന് പുറമെ മറ്റൊരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്, സഹായം തേടരുത്. അത് ശിർക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സിയാറത്ത് യാത്ര, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദുനിയാവിൽ പള്ളി പരിപാലിക്കുന്നത് പോലെ പള്ളി നിർമ്മിക്കുക എന്നുള്ളത് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാൾക്ക് പള്ളി നിർമ്മിക്കാൻ വേണ്ടി അയാൾക്ക് കഴിയില്ല. അയാള് ഒരു കുരുവിയുടെ കൂടിന് വലുപ്പമുള്ള ആ രൂപത്തിലുള്ള ഒരു കാര്യമാണ് പള്ളിക്ക് വേണ്ടി സംഭാവനയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്ക് സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു വിരുന്നൊരുക്കുന്ന. വേറെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി തആല യബ്തഗി ബിഹി വജ്ഹ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ദുനിയാവിൽ ഒരു പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകുന്നു. അപ്പൊ പള്ളി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വതക്ക ജാരിയാണ്. നമ്മൾ മരിച്ചാലും അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ പള്ളിക്ക് വേണ്ടി, നമ്മുടെ മഹല്ലിലെ ഈ പള്ളിക്ക് വേണ്ടി സ്ഥലം നൽകിയ ഒരാളുണ്ടാവും. അതേപോലെ തന്നെ ഈ സ്ഥലത്ത് പള്ളി വെച്ച ഒരാൾ, ഒരുപക്ഷെ അവർ മരണപ്പെട്ടു പോയവരായിരിക്കും. അവരുടെ ഖബറിലേക്ക് ഇവിടെ എത്ര ആളുകൾ നമസ്കാരത്തിനു വേണ്ടി ഓരോ വക്തിന് വരുന്നുണ്ടാകും. അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നുപോലും കുറയാതെ അവരുടെ ഖബറിലേക്ക് ഇതിനു വേണ്ടി, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ ഖബറിലേക്ക് അതിന്റെ പുണ്യം എത്തിക്കൊണ്ടേയിരിക്കുന്ന. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ പറയാറുള്ളത്, ഒരു സ്വദഖാ ജാരിയ, എന്തെങ്കിലും ഒന്ന് അത് അവശേഷിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ നമ്മൾ വിട പറയാവൂ എന്ന് പറയാറുള്ളത്. നമ്മൾ മരിച്ചാൽ നമ്മുടെ ജോലി, ആ ജോലി സ്ഥലത്തേക്ക് പകരക്കാരനായി മറ്റൊരാൾ വരും. നമ്മുടെ കുടുംബത്തിന്റെ ബാധ്യത അത് നമ്മുടെ മക്കളെ ഏറ്റെടുക്കും. നമ്മുടെ വാഹനങ്ങൾ മറ്റൊരാൾ ഉപയോഗിക്കും. എന്നാൽ നമ്മുടെ കൂട്ടിനായി ഉണ്ടാകുക നാം ചെയ്ത അമലുകൾ മാത്രമാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് സ്വതക്ക ജാരിയായത് നമ്മുടെ ഖബറിലേക്ക് നമ്മൾ മരിച്ചാലും വന്നെത്തുന്ന രൂപത്തിൽ അതൊരാൾക്ക് പള്ളി നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഇഷ്ടിക കൊടുത്താലും അതിന്റെ പ്രതിഫലം അള്ളാഹു നമ്മുടെ ഖബറിലേക്ക് എത്തിച്ചു തരുമെന്നാണ്. അതാണ് സ്വതക്ക ജാരിയയുടെ ഏറ്റവും വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ. അത്തരത്തിലുള്ള സ്വതക്കകൾ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ നമുക്ക് സാധിക്കണം. പള്ളിയുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആരെങ്കിലും പള്ളിയിലേക്ക് കയറിയാൽ ഇദാ ദഖല അഹദുഹുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈനി, അവർ 2 റകഅത്ത് തഹിയ്യത്ത് നമസ്കരിക്കാതെ ഇരിക്കരുത് എന്ന് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് മുമ്പിൽ നീ തുറന്നു തരണേ. പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴുള്ള പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, അല്ലാഹുവേ നിന്നോട് ഞാൻ നിന്റെ അനുഗ്രഹത്തെ ചോദിക്കുന്നു. അതുപോലെ തന്നെ പള്ളികളിൽ നിങ്ങൾ ശബ്ദകോലാഹലം ഉണ്ടാക്കരുത്. പള്ളികളുടെ തകർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കരുത്. ഇങ്ങനെയുള്ള ഒരുപാട് ഉപദേശങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുകയുണ്ട്. പള്ളി എന്ന് പറഞ്ഞാൽ അത് പുരുഷന്മാർക്ക് മാത്രമല്ല,
നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്കും പള്ളിയുമായി ബന്ധപ്പെട്ട ചില അവകാശങ്ങളുണ്ട് എന്ന്. അവർ പള്ളിയിൽ പോകാൻ നമ്മോട് അനുവാദം ചോദിച്ചാൽ അതിന് അനുമതി നൽകുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവിടുത്തെ സൊഫിനെ പറ്റി പറഞ്ഞത് ഒന്നാമത്തെ സൊഫിൽ മുതിർന്ന പുരുഷന്മാരായ ആളുകളായിരിക്കും, രണ്ടാമത്തെ സൊഫിൽ ചെറിയ കുട്ടികളായിരിക്കും, മൂന്നാമത്തെ സൊഫിൽ സ്ത്രീകളാണ്. അങ്ങനെ നമസ്കാരത്തിന് ശേഷം സ്ത്രീകൾ പിരിഞ്ഞുപോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര സ്ഥലത്തിൽ നിന്ന് എണീക്കുകയും പിറകിൽ പോയി ഇരിക്കുകയും ചെയ്യുമായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എല്ലാ വക്തിനും സ്ത്രീകൾ പള്ളിയിലേക്ക് വരാറുണ്ട് എന്ന. വിശുദ്ധ റമളാൻ സമാഗതമായാൽ അവസാനത്തെ പത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബസമേതം പള്ളിയിൽ ഇഅ്തികാഫിരിക്കാറുണ്ട്. അവിടുന്ന് വഫാത്തായ വർഷം 20 ദിവസം പള്ളിയിൽ ഇഅ്തികാഫിരുന്നു എന്നാണ്. അവിടുത്തെ വഫാത്തിന് ശേഷം നമ്മുടെ ഉമ്മമാരായ പ്രവാചകരുടെ ഭാര്യമാർ അവരുടെ മരണം വരെ പള്ളിയിൽ ഇഅ്തികാഫിരുന്നു എന്ന്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ഭാര്യ ആത്തിക റളിയല്ലാഹു അൻഹ പള്ളിയിൽ ഉണ്ടായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ വരൽ അനുവദനീയമാണ് എന്ന്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമസ്കാരം അനുവദനീയമായ സ്ത്രീകൾ അവരെ കൂടി പള്ളിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പുരുഷന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ബാധ്യതയാണ്. കാരണം വെള്ളിയാഴ്ചയിലെ ജുമാ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാൻ അത് ബൂസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ ഈമാനിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്ന ഉപദേശങ്ങളാണ്. അത് നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക്, നമ്മുടെ കുടുംബത്തിലെ ഓരോ ആളുകൾക്കും ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നാം ചെയ്തു കൊടുക്കേണ്ട വളരെ വലിയ ബാധ്യതകളിൽപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പള്ളിയിലേക്ക് സ്ത്രീകളെയും കൊണ്ടുവരണം എന്നാണ് ചുരുക്കി പറഞ്ഞത്. അത് അവരുടെ അവകാശമാണ് എന്ന്. ചില സ്ഥലങ്ങളിൽ യാത്രക്കാരായ സ്ത്രീകൾക്ക് പള്ളിയിൽ നിസ്കാരത്തിന് സൗകര്യമുണ്ട് എന്ന ബോർഡുകൾ നമ്മൾ കാണാറുണ്ട്. എന്തടിസ്ഥാനത്തിലാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100 കണക്കിന് ഹദീസുകൾ സ്ത്രീകൾക്ക് പള്ളിയിൽ പോകൽ അനുവദനീയമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന 100 കണക്കിന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പള്ളി പരിപാലനം, പള്ളിയുമായി നമസ്കാരത്തിന് നമ്മൾ വരിക എന്നുള്ളത് അത് ഏറ്റവും വലിയ ഇബാദത്താണ്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. എല്ലാ ജമാഅത്തിനും കൃത്യമായി പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. നമ്മളൊക്കെ ധാരാളം പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ് ആയത്തുൽ കുർസി. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് എന്ന് പറഞ്ഞാൽ അത് ആയത്തുൽ കുർസിയാണ്. ആ ആയത്തിന്റെ അവസാന ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ അർശുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ആ ആയത്തിന് ആയത്തുൽ കുർസി എന്ന പേര് വരാനുള്ള കാരണം. ആ ആയത്ത് നമ്മൾ അർത്ഥമൊന്ന് മനസ്സിലാക്കിയാൽ
പടച്ച റബ്ബിന്റെ അള്ളാഹുവിന്റെ ഒരുപാട് നാമഗുണ വിശേഷണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ആയത്ത് കൂടിയാണ് ആയത്തുൽ കുർസി. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരും തന്നെ ഇല്ല എന്നും എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, അതേപോലെ തന്നെ എല്ലാം നിയന്ത്രിക്കുന്നവൻ. ആ ആയത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. ഈ ആയത്തിന്റെ തുടക്കത്തെ പറ്റി തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരും തന്നെയല്ല. അതേപോലെ തന്നെ എന്നെന്നും ജീവിക്കുന്ന, നമുക്കൊക്കെ ഒരവധി, ഒരായുസ് എത്തിയാൽ നമ്മൾ മരണപ്പെടും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്നെന്നും ജീവിക്കുന്നവനാണ്. അതേപോലെ തന്നെ എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു മരത്തിന്റെ ഇല പോലും താഴേക്ക് വീഴുന്നില്ല എന്ന്. എത്ര മരങ്ങൾ ഈ ലോകത്തുണ്ടാകും? ഇതുപോലെ ഒരുപാട് ആശയങ്ങളുള്ള അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിനെ മഹത്വപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിലെ സമ്പൂർണമായ മഹത്വമേറിയ ഒരു ആയത്താണ് കുർസി. അത് നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുണ്ടായി, മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബരി കുല്ലി സ്വലാത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. ഒരാള് എല്ലാ ഫർള് നമസ്കാര ശേഷവും ദിക്റുകൾ ചൊല്ലുന്നതിന്റെ കൂടെ ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ മരണമല്ലാതെ അവന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമായി മറ്റൊന്നുമില്ല എന്ന്. അവൻ മരിച്ചാൽ സ്വർഗത്തിലാണ് എന്ന്. അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, പിശാചിൽ നിന്ന് കാവലാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിന്മകൾ സംഭവിക്കുക, പാപങ്ങൾ ഉണ്ടാകുക പിശാചിന്റെ പ്രേരണ കൊണ്ടാണ്. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക എന്ന് ഹദീത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും അതേപോലെ തന്നെ തന്റെ വിരിപ്പിലേക്ക് എത്തിയ ആയത്തുൽ കുർസി പാരായണം ചെയ്യാറുണ്ട് എന്ന്. നമ്മൾ ഇത് മനപ്പാടമാക്കുന്നതിലുപരി ഇതിന്റെ ആശയം എന്താണ് എന്നുകൂടി മനസ്സിലാക്കാനുള്ള സന്മനസ് കൂടി നമുക്ക് ഉണ്ടാകണം. ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 255 ആയത്ത് കഴിയുന്ന ആളുകളൊക്കെ അതിന്റെ ഒരു വിശദീകരണം മനസ്സിലാക്കുന്നത് ഒരു ആവർത്തിയെങ്കിലും നമ്മളൊക്കെ ഒരുപാട് തവണ, അല്ലെങ്കിൽ നമ്മുടെ ആയുസ്സിൽ ഒരുപാട് തവണ പാരായണം ചെയ്തിട്ടുള്ള ഒരു ആയത്ത് കൂടിയായിരിക്കും. അതിൽ അള്ളാഹു എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കൽ കൂടി നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ആയത്തുൽ കുർസിയുടെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും പുറത്തു മാപ്പാക്കി തന്ന് അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ എല്ലാവിധ സൽക്കർമ്മങ്ങളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ ഖബറിടത്തെ വിശാലമാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹു ഞങ്ങളുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا